ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെയൊന്നും പറയാൻ ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. ഇന്ന് ചെറിയൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ അച്ഛനൊരു സർപ്രൈസ് കൊടുക്കുക, ചെറിയൊരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. അച്ഛൻ ജോലിയും കഴിഞ്ഞ് വന്നു കഴിയുമ്പം ടി വി ഇല്ല ഇവിടെ ഇരുന്ന് കാണാൻ. ടി വി കംപ്ലൈൻ്റ് ആയിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. അപ്പോൾ അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന ഫോണും കംപ്ലൈൻ്റ്. അപ്പം അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോകാറായിരിക്കും. അപ്പോൾ അതിനകത്തോട്ടിരുന്ന് സിനിമ തന്നെ ആണെങ്കിലും കാണാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അച്ഛനൊരു ടി വി മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനൊരു സർപ്രൈസ് കൊടുക്കാൻ പുള്ളിക്കാരൻ പണി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ആകെ ഒരു ആശ്രയം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ആ ഒരു ടി വി മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഇത്രയും കുറച്ച് നാളായി ടി വി കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പം 2-3 ദിവസം കൊണ്ട് യൂട്യൂബിനകത്ത് ആ കൊള്ളാത്ത ഫോണിനകത്തിരുന്ന് വീഡിയോ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട്. അപ്പോൾ വിചാരിച്ചൊരു ടി വി സർപ്രൈസ് ആയിട്ട് മേടിച്ചു കൊടുക്കാം. ഞങ്ങൾ 3 പേരും വൈകിട്ടിരുന്ന് ഫോണിൽ കളിക്കുമ്പോൾ അച്ഛൻ മാത്രം ഇങ്ങനെ നോക്കിയിരിക്കും. അച്ഛൻ്റെ ഫോണിലാണെങ്കിലും വലിയ ഇതില്ല, കാണാനൊന്നും പറ്റത്തൊന്നുമില്ല വലുതായിട്ട്. പിന്നെ അതിനകത്തിരുന്ന് കാണുന്നത് പുള്ളിക്കാരൻ. അപ്പോൾ ഒരു കുഞ്ഞൊരു വീഡിയോ ആയിരിക്കും. അപ്പം ടി വി മേടിക്കാൻ പോകുന്നത് അച്ഛന് കൊടുക്കുന്നത്. അത് എങ്ങനെ കൊടുക്കണമെന്ന് നമ്മളിതൊരു പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പം ഒന്ന് കണ്ടു നോക്ക്. നമ്മളെ എങ്ങോട്ട് പോകണം, ഇവിടെ നിന്ന് എടുക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല. കായംകുളത്ത് ഉണ്ടെങ്കിൽ ഈസി എന്ന് പറയുന്നൊരു കടയുണ്ട് നമ്മുടെ പമ്പിൻ്റെ ഓപ്പോസിറ്റായിട്ട്, പട്ടുമാലിൻ്റെ ഒക്കെ അടുത്തായിട്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ സാധനം കിട്ടുമെന്ന് പറയുന്നത്. അവിടെ ഒന്ന് പോയി നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. ടി വി മേടിക്കാൻ വേണ്ടി നമ്മൾ കുറേ ഷോപ്പിൽ കയറി ഇറങ്ങി. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടിയത് നമ്മുടെ പട്ടുമാലിൻ്റെ അടുത്തുള്ള ഈസി സ്റ്റോർ എന്ന് പറയുന്ന ഷോപ്പിലാട്ടോ. അത്യാവശ്യം നല്ല കളക്ഷനും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് അവിടെ സാധനം കിട്ടുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്ക്. ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല, അവിടെ ചെന്നിട്ട് സാറ്റിസ്ഫൈഡ് ആയ ഒരു കസ്റ്റമർ പറയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പഴയ ടി വി അത് വർക്കിംഗ് അല്ല, പുതിയ ഓണം പ്രമാണിച്ച് വാങ്ങിച്ചിരിക്കുകയാണ്. സർപ്രൈസ് ആയിട്ട് നമ്മൾ മേടിച്ചത്. അങ്ങനെ അച്ഛൻ വരുമ്പോ നമുക്ക് സർപ്രൈസ് കൊടുക്കാം, നമുക്ക് പ്ലാൻ ചെയ്യാം എന്ത് ചെയ്യണമെന്നുള്ളത്. തൽക്കാലം നമുക്ക് ഇത് എങ്ങോട്ടേലും ഒളിപ്പിക്കാം. എവിടെ കൊണ്ട് വെക്കും? കട്ടിൽ നമ്മുടെ റൂമിലാണ് കയറത്തില്ലല്ലോ. കട്ടിലടി കട്ടിൽ കാണാൻ പറ്റില്ലല്ലോ. അച്ഛന് ഇതിനകത്തോട്ട് അങ്ങനെ കേറത്തില്ലല്ലോ. എന്റെ ട്രിമ്മർ തല്ലി പൊട്ടിച്ചിരുന്നു. അപ്പം ഓണമായിട്ട് നമ്മൾ ഫുള്ള് വൃത്തിയാക്കലും പരിപാടിയിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് അടുക്കള ഫുള്ളൊന്ന് അലക്കോലായിട്ട് കിടക്കും. അപ്പൊ എങ്ങനെയാ പ്ലാൻ എന്തുവാ നമ്മളെ ഈസി എന്ന് പറയുന്ന കടയിൽ നിന്ന് എടുത്തത് കേട്ടോ, കായംകുളത്ത്. അപ്പം എമ്മയുടെ തന്നെ അവര് തന്നെ വന്ന് നമുക്ക് ഫിറ്റ് ചെയ്ത് തരും. അപ്പം നമുക്ക് ഓൾറെഡി വാൾ മൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഫിറ്റ് ചെയ്താൽ മതി. അവർ പറഞ്ഞ് 3 വർഷത്തെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളായിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് അവർ തന്നെ വന്ന് ഫിറ്റ് ചെയ്യട്ടെ. ഇപ്പം അച്ഛൻ വരുന്നതിന് മുമ്പേ ഫിറ്റ് ചെയ്യാൻ ആൾക്കാർ വരുവാണെങ്കിൽ ഓണാക്കി വെച്ച് അച്ഛൻ വരുമ്പോ ഓണാക്കി വെച്ച് കണ്ട് അതിന്റെ റിയാക്ഷൻ നോക്കാം. അല്ലെങ്കിൽ നേരെ അച്ഛൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ടി വി എടുത്ത് കൊടുത്ത് ചെയ്യാം. അങ്ങനെയാണ് നമ്മള് ഇല്ലയോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ശേഷം സ്ക്രീനില്ല, നമുക്ക് എന്തോ നോക്കണം. പുള്ളിക്കാരന് ഉച്ചക്കിന് ഉണ്ണാൻ വരുമോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പം അതനുസരിച്ച് വേണം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ഉപ്പേരിക്കാരി ആൻറ്റി വന്നു. പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്ന് നമ്മൾ ഒരു ശർക്കര വരട്ടി മേടിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നില്ല. പാമ്പ് പിടിച്ച് ഈ വെയിലത്ത്, ഈ നട്ടാന വെയിലത്ത് അത് ഓണകാലമായിട്ട് കൊണ്ട് തരുന്നതാണ്. നമ്മൾ പുള്ളിക്കാരിക്ക് ഇച്ചിരി വെള്ളമൊക്കെ കൊടുത്താണ് വിട്ടത്. അത് നമ്മൾ വീഡിയോ എടുത്തില്ല. കാര്യം ആരെങ്കിലും വന്ന് ക്യാമറ കൂടെ തന്നെ നമ്മൾ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആരെങ്കിലും കൂടെ അടുത്തുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അതൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ജസ്റ്റ് ഉപ്പേരി മേടിക്കുന്നവർ ജസ്റ്റ് ഒരു ഷോട്ട് എടുത്തിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ ബാഗിനകത്ത് എന്തൊക്കെ ഉണ്ടോ നോക്കുന്നവർ വീഡിയോ എടുത്തിട്ടുണ്ട്. അല്ലാതെ പ്രത്യേകിച്ചൊന്നും എടുത്തില്ല. നമ്മുടെ കണ്ടന്റ് ഇന്നതല്ലല്ലോ, അതുകൊണ്ട്
അയ്യോ സുഖമാണോ സുഖമാണോന്ന് ചോദിക്കാൻ വിളിച്ചതാ. ദുഃഖമൊന്നുമില്ല അപ്പൊ സുഖമാ. ഇന്ന് എത്ര 18? ഇന്ന് 19. നാളെ മറ്റേ ഓക്സിജൻ തുറക്കുന്നത്. നമുക്ക് വില കുറച്ച് ഓണത്തിന്റെ ചിലപ്പോ കിട്ടും. വില കുറച്ച് മേടിക്കാൻ പറ്റും. എന്താ വെച്ച് മേടിക്കണ്ടായിരുന്നു? 5000 രൂപ അച്ഛൻ ഒപ്പിച്ച ബാക്കി ഞങ്ങൾ ഒപ്പിച്ചോളൂ. 15,000 രൂപയല്ലേ ടിവിക്ക്? അത്യാവശ്യം നല്ല ടി വി 32 ഇഞ്ച്. നമുക്ക് ഇവിടെ എല്ലാ വലുത് വെച്ച് കഴിഞ്ഞാൽ വെക്കാൻ പറ്റും. ഇത് നല്ല രീതിയാണ് 5-6 വർഷത്തോളം. പറ പറയല്ല ചെങ്ങാഴി. അച്ഛൻ പറഞ്ഞ ബാക്കി ഞങ്ങൾ ഒപ്പിക്കും. അച്ഛന്റെ ഒരു വാക്കിന് വേണ്ടി അച്ഛൻ 5000 രൂപ തന്നാ മതി. തരുവോ? വേണ്ട വിട്ടേക്ക്. ടീ മേടിക്കണ്ട. അച്ഛൻ അനങ്ങുന്നില്ലല്ലയോ? നമുക്ക് നമ്മള് ഫോൺ നോക്കിയിരിക്കും. ഓ പോയി അടുത്താണ്ട് ഓണത്തിന് അല്ല അടുത്താണ്ട് ഓണത്തിന് ക്രിസ്മസിന്റെ ഓഫർ അതാ. എല്ലാവരും പോയി കിടന്നുറങ്ങും. ഉച്ചയോട് കഴിഞ്ഞ് എല്ലാവരും പോയി കിടന്നുറങ്ങും. ടി വി വേണ്ട. നമ്മള് വിചാരിച്ച 5000 രൂപ തരുവായി. ആ 5 ദിവസത്തെ പൈസ കൊടുക്കണ്ട അമ്മയുടെ കയ്യില്. ആ ഓണ്ടത് ഓണ്ടത് അതെന്താ ചെയ്യും? ഓണ്ട അങ്ങോട്ട് നോക്ക്. അതെന്താ ചെയ്യും? അത് കൊണ്ട് കൊടുക്കാം. അതാ എന്തോ ഹാപ്പി ആണോന്ന്? എന്തുവാ സംഭവിച്ചെന്തുവാ? വേറെ കമ്പനിയാ. വേറെ കമ്പനി അല്ല, ഷവോമി എംഐയുടെ തന്നെ ടിവിയാ. ലോക്കലൊന്നും അല്ല. വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. അല്ല അച്ഛനെ ഇഷ്ടപ്പെട്ടോ ടി വി ഇഷ്ടപ്പെട്ടോടോ? ടിവി ഇഷ്ടപ്പെട്ടത് പൊട്ടിക്കാൻ അല്ല അങ്ങനല്ല. അച്ഛൻ പ്രതീക്ഷ ഞങ്ങള് ടി വി മേടിച്ച് വെച്ചിട്ടാ. മനസ്സിലായി. ഒരുപാട് ചോദ്യം വരുന്നു. നമ്മള് പ്രതീക്ഷിച്ച പോലെ അച്ഛൻ വലിയ റിയാക്ഷൻ ഒന്നും തന്നിട്ടില്ല. ഉറങ്ങി കഴിഞ്ഞപ്പോ വന്ന് ടി വി തട്ടുന്നത് ഞാൻ കൈയോടങ്ങ് പൊക്കി.
നാളെ നമുക്ക് ആർക്കെങ്കിലും വല്ല സർപ്രൈസോ വല്ല പണിയോ ഒക്കെ വരാം. അപ്പൊ